guys, welcome to Oluyans. Yeah. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. നമ്മളെ എമ്മയും കുട്ടികളെ നമ്മളെ ലാസി ആഷ്മനും ജനിച്ചിട്ട് ഇതുവരെ ട്രെയിൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ട്രെയിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇറങ്ങിന്. അപ്പം നമുക്കിവിടെ അങ്ങാടിപ്പുറത്തുനിന്ന് സുഖമാണ്. അങ്ങാടിപ്പുറത്തുനിന്ന് സുഖമാണ്. അങ്ങാടിപ്പുറത്തുനിന്ന് സുഖമാണ് നമുക്ക് എവിടേക്ക് എത്താൻ. റെയിൽവേ സ്റ്റേഷനിൽ പോലും മേലാറ്റൂരിന്ന് കയറിയാണ് 4:30 ട്രെയിനിന്. അപ്പം നമ്മളപ്പത്തിന് അവിടെ എത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനിന് കുറേ പോയതാണ്. നമ്മൾ കൊച്ചിയിലായിരുന്ന സമയത്ത് എപ്പോഴും ട്രെയിൻ ചെയ്യുന്നു. പക്ഷേ ഒരു കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ വേണമല്ലോ. അപ്പം നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ അതാണ് സംഭവം. ഇവരുണ്ട്. ഷെബിനെ ഞാൻ കൂട്ടിയിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളെത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓല് വേറെ ഏതോ ബോഗിയിലും ഞങ്ങൾ വേറെ ഏതോ ഒരു ബോഗിയിലുമായി. അങ്ങനെ ഞങ്ങൾ അവസാനം ഞോലെ കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സ്റ്റേഷനായ ചെറുകരയിലെത്തണം. എന്നാലേ ഞങ്ങൾക്കൊല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെയാണ്, അതായത് സ്റ്റേഷൻ്റെ ആയിക്കൂടെയല്ല, ഇപ്പുറത്ത് കൂടെയാണ് കയറിയത്. സോ സ്റ്റേഷൻ്റെ അവിടേക്ക് കാക്കൂരിന് തല ഇട്ടിരുന്നു. ഷെപ്പോൻ്റെ തല കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ഒരു ബോഗിൽ എവിടെയോ നിൽക്കുകയാണ്. ഓലപ്പുറത്ത് എവിടെയോ ഉണ്ട്. ഇനി ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ട് വേണം മോലടുത്തേക്ക് എത്താൻ. അപ്പോൾ ഓല് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുറച്ചുകൂടി ഞങ്ങൾ നേരത്തെ എത്തിയിട്ടും കാര്യമല്ലല്ലോ, ബിക്കോസ് ബോഗി മാറിയതല്ലേ. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് വരെ ഞങ്ങൾ കാത്തുന്നു. അപ്പോൾ ലാസ്റ്റ് കറിയണം. ലാസ്റ്റ് എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? കഴിക്കാനായിട്ട് ട്രെയിനിൽ കഴിക്കണം. മമ്മി ട്രെയിൻ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ അവസാനം അവർക്ക് കണ്ടെത്തി എല്ലാവരും ഇതാക്കി. ലാസി ആവശ്യം ഫസ്റ്റ് ടൈം ആവുകൊണ്ട് തന്നെ അവർക്ക് എല്ലാതും മുകളിൽ കയറണം, താഴത്തിറങ്ങണം, ടോയ്ലറ്റിൽ എന്താ, വാഷ് ബേസിൽ എന്താ ഒക്കെ അവർക്ക് അറിയണം. അങ്ങനെ ഓരോന്നും ഇതാക്കുന്നുണ്ട്. സേബിയും ലാസ്റ്റ് അതായത് അവൾക്ക് പാസ്പോർട്ട് ഒന്നും എടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോയതാണ്. സേബിയും കൂടുതലായിട്ട് ട്രെയിന് പോയിട്ടില്ല. ഇപ്പം നമ്മൾ ദൂരത്തേക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ വണ്ടിയിൽ തന്നെ പോലെ. അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാനും എടുത്തുക്കണം സേബിയിട്ടും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സന്തോഷം പോലെ ചായ ഒക്കെ കുടിച്ചു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ സന്തോഷം നല്ല ഉണ്ണിയപ്പം, നല്ല വഴുവഴുള്ള ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ അതുകൊണ്ട് മമ്മീൻ്റെ കയ്യിൽ വന്നപ്പോൾ തന്നെ പച്ചക്കടലേൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. മമ്മി അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഒരു മസാലക്കടലുണ്ട്. മസാലക്കടൽ പോരുമ്പോൾ പൊട്ടിക്കാറായിട്ടാണ് സേബ് ഇരിക്കുന്നത്. സേബ് കാര്യമായിട്ട് പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് ട്രെയിൻ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ലാജിനെ താത്തക്ക് ഇറക്കി. ലാജി ഒന്നിങ്ങനെ വീയാൻ പോയപ്പോൾ വേഗം ഇറക്കി. പിന്നെ കാക്കു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓന് വേറെ ഇതേ ശ്രദ്ധയിലാണ്. മമ്മി കഴിക്കാനുള്ള ശ്രദ്ധയിലാണ്. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കഴിക്കുകയാണ്. ഉണ്ണിയപ്പം ഞാൻ ഒന്നേ എടുത്തിരുന്നുള്ളൂ. പിന്നെ ഷെബിക്ക് കൊടുത്തപ്പോൾ ഷെബിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് തന്നെ തന്നു. പിന്നെ മസാല കടല അതിൻ്റെ ഇടയ്ക്ക് ലാജി കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ണിയപ്പം തന്നപ്പോൾ എനിക്ക് മസാല കടലാണ്. അവൻ്റെ കവാടം കണ്ടില്ലേ, കവാടത്ത് കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഹൈലൈറ്റാണ്. അങ്ങനെ ഞാനൊരു ക്യൂട്ട്നെസ് ഇടാന്നപ്പോൾ ഓന് സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ അപ്പുറത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പാലക്കാട്ടേക്കാണ്. ആക്ച്വലി ഇത് പാലക്കാട്ടേക്കുള്ള ട്രെയിനാണ്. നമ്മൾ ഷൊർണൂർ വരെ ഉള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ മാറിക്കയറും. അങ്ങനെ നമ്മൾ ചേട്ടൻ ആദ്യം ഉണ്ടപ്പോൾ 2-3 പ്രാവശ്യം കൊടുത്തു. ചേട്ടൻ കവറിലുണ്ടെന്ന് വാങ്ങിയില്ല. ആൻഡ് ഫൈനലി ചേട്ടൻ വാങ്ങി. അങ്ങനെ ചേട്ടനോട് പിന്നെ വർത്തമാനം പറയലോടുത്തി. അങ്ങനെ പച്ചക്കടല മമ്മീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പേരക്കുട്ടികൾ കഴിക്കലോടുത്തേന്. ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ. ഞാൻ അല്പേ കഴിക്കാറുള്ളൂ. അങ്ങനെ ഒക്കെ കഴിച്ച് മൂപ്പരോട് ഇങ്ങനെ വിവരങ്ങൾ ചോദിക്കുകയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്, വീട്ടിലെന്താ ചെയ്യണേ, പണി എന്താ, പാലക്കാട് എവിടെയാണ്, പാലക്കാട് എൻ്റെ ഒരു കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മമ്മി നല്ല പരിചയപ്പെടലാണ്, മൂപ്പര് നല്ല പരിചയപ്പെടലാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തിക്കാണ്. ഷൊർണൂർ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ജിബി. സോ ഗായ്സ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നിലമ്പൂരിന് ഷൊർണൂർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് നിലമ്പൂർക്കുള്ള ട്രെയിൻ കിട്ടി. ഇപ്പം നമ്മൾ കയറിയിട്ടില്ല. ഇപ്പം നമുക്ക് 8 മണിക്കാണുള്ള ട്രെയിന്. അപ്പോൾ നമുക്ക് ഷൊർണൂർ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷൊർണൂർ എൻജോയ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ബട്ട് അപ്പോൾ ഇവരെ കൂട്ടി പോകുന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പ് നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഭയങ്കര ഇതിലുള്ള ആളാണ്. അപ്പോൾ ഓന് ടിക്കറ്റ് എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഷൊർണൂർ വന്നിട്ട് ഷൊർണൂരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകും.
അങ്ങനെ ട്രെയിൻ എടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞേക്ക് പിന്നെ കാക്കു പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഞാൻ പഠിച്ച പാട് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കണ്ടെന്ന്. ഷോൻ എന്താ അറിയില്ല ഭയങ്കര മറ്റേ സിൻസിയറിറ്റി ഇല്ലോണ്ടും പോയി ടിക്കറ്റ് ഒക്കെ കൊടുത്തു. മമ്മി ഇങ്ങനെ റെഡി ആകുന്നുണ്ട്, നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി റെഡി ആകുന്നുണ്ട്. അങ്ങനെ മമ്മിയുടെ ട്രെയിൻ യാത്രയുണ്ട് വെച്ചാൽ മമ്മി എൻ്റെ സൂപ്പറാണ്. മമ്മി ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ അടുത്തായിട്ട് മമ്മി പോയിട്ടില്ല. അപ്പം മമ്മിക്ക് അതിൻ്റെതായ ഒരു ചിരിയൊക്കെ ഉണ്ട്. പിന്നെ ആർപ്പാന്ന് വെച്ചപ്പോൾ ഗ്രാൻഡ് സെൻസിൻ്റെ ഒപ്പം പറയുന്നുണ്ട് മമ്മി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവസാനം വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈക്കിൾ പരിപാടി നമ്മൾ വീണ്ടും തുടങ്ങി. മെയിനായിട്ട് ട്രെയിനിൽ നമുക്ക് കൈക്കിൾ പരിപാടിയാണുള്ളത്. അപ്പോൾ പോപ്കോൺ ഉണ്ട്, ലേസ് ഉണ്ട്, മിരിൻഡ ഉണ്ട്, എല്ലാം ഉണ്ട്. സേബ് പിന്നെ പോയപ്പോൾ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. സേബ് എന്ന് ചോദിച്ചിട്ട് വേണ്ടാന്നൊക്കെ പറയണേ. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി, കൈക്കിൾ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫാനിൻ്റെ ആൾ വന്നിരുന്നു. ഈ ഫാൻ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം ഓർമ്മ വരാം. അന്നൊരു ഫാൻ ഉണ്ടായിരുന്നു മേക്കപ്പ് റിമൂവ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ടൊന്നും വലിയ യൂസൊന്നും ഉണ്ടായില്ല എനിക്ക്. അങ്ങനെ അയാൾ വന്നിട്ട് കുട്ടി എന്താണ് ലാസിക്ക് കൊടുക്കേണ്ടത്, യാഷിന് കൊടുക്കേണ്ടത്. യാഷ് കണ്ട മുതൽ ലൈമ നിൽക്കുകയാണ്. പിന്നെ യാഷിന് അത് വേണമെന്ന് പറഞ്ഞ് കുറേ ഇതാക്കുന്നുണ്ട്. കാക്ക ഒരുപാട് പ്രലോഭിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രലോഭനങ്ങൾക്ക് കുട്ടികളെ കാക്ക വിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ അവസാനം അയാൾ പറഞ്ഞയച്ചു. അയാൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ നമ്മൾ മൈൻഡാക്കിയില്ല. പിന്നെ അതിൻ്റെ നമ്മളൊരു കോഫി വാങ്ങി. മമ്മിക്ക് കോഫി വേണം പറഞ്ഞിട്ട്, കാരണം വൈകുന്നേരം മമ്മിക്കൊരു ചായ നിർബന്ധമാണ്. അപ്പം നമ്മൾ കോഫിയൊക്കെ വാങ്ങി. ലാസിക്കിന് പറഞ്ഞു കൊടുക്കണം, ലാസി ഇതാണ് ഷൊർണൂർ, ഇനി ഇങ്ങോട്ട് ചോദിക്കരുത്, ഇനി ട്രെയിൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷൊർണൂർക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് നമ്മളവിടുത്തെ ചേച്ചിമാരൊക്കെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കൈ കഴുകുന്ന ഒരു സിങ്ക് ഉണ്ടല്ലോ, അത് നോക്കിയിരുന്നു. അതിലിങ്ങനെ ഒരാൾ പാത്രം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ വായിച്ചത്. അങ്ങനെ യാഷ് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. അങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്തു. അപ്പം മഴ പെയ്തപ്പോൾ ലാജി തല ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കുന്നു. അപ്പം ഇല വന്നിട്ട് അടിച്ചിട്ട് ലാജിക്ക് നല്ല വേദന ഉണ്ട്. പിന്നെ ലാജിനോട് തല പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെറുക്കും തല പുറത്തേക്ക് ഇടുന്നില്ല. അപ്പം നല്ല വയലും എല്ലാവർക്കും അറിയാം, പോയവർക്കൊക്കെ അറിയാം നല്ല വയലൊന്നും. അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സ്റ്റേഷനൊക്കെ എത്താനാവാനായി അങ്ങാടിപ്പുറം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ട്രെയിൻ യാത്ര എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ പോകുന്ന സൗണ്ടോട് ഞാൻ പറയുന്നത് എന്താണെന്നോട് കേൾക്കണില്ല. അങ്ങനെ നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഫൈനലി തിരിച്ച് അങ്ങാടിപ്പുറത്ത് നിന്ന് കയറോടത്ത് തന്നെ ഇറങ്ങി. ബിക്കോസ് നമ്മൾ സെലിബ്രേറ്റാണ്. അപ്പം മീറ്റൊക്കെ പോയി. ശ്വാസം കിട്ടില്ല. യെസ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞാണല്ലോ ചെറുക്കോണ്ടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മിടുമാണ് ട്രെയിന് അതിൽ പോയി. അങ്ങനെ നമ്മൾ തിരിച്ചു. നമ്മൾ സ്കൂട്ടിമേന്ന് പോയിരുന്നത് അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് നല്ല മഴയാണ്, നല്ല കുത്തിക്കുലുക്കുണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് നോക്കാൻ നമുക്കിങ്ങനെ വയറിലിങ്ങനെ ഉള്ളത്. ബിക്കോസ് അത്രത്തോളം കുലുക്കുണ്ടായിരുന്നു അവിടെ. എവിടെ അങ്ങാടിപ്പുറത്ത് ജംഗ്ഷനിൽ പോകുന്നിടത്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മൾ ട്രെയിൻ യാത്ര എത്തുള്ളൂ ഗായ്സ്. ബൈ.